കുറച്ച് ദിവസമായി ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും പോയേ പറ്റൂ, ഇനി പോയിട്ടില്ലെങ്കിൽ ശരിയാവില്ല എന്നുള്ള അവസ്ഥയിലെത്തി. അങ്ങനെ നമ്മളിത് പോകുന്നത് നേരെ പറശ്ശിനിയിലേക്കാണ് കേട്ടോ. കുറേ ദിവസമായി പറശ്ശിനിയിൽ പോകാനോ ഒന്ന് തൊഴുതിട്ട് പ്രത്യേകിച്ച് അടുത്ത ചോറ് അന്നദാനം കഴിക്കാൻ വേണ്ടി കുറേ ദിവസമായി ഞാനിങ്ങനെ വിചാരിക്കുന്നത്. അങ്ങനെ കാത്ത് നിന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന സ്ഥലമാണ്, പക്ഷെ എന്നാലും ഇപ്പം കുറേ ആയിട്ട് ഞാൻ അങ്ങനെ പോകുന്നുണ്ടായിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് പോകാൻ തോന്നി. അങ്ങനെ ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന് ഞാനും അച്ഛനും അമ്മയും എറണാകുളം കൂടിയിട്ട്. അങ്ങനെ നമ്മൾ പോയി. അപ്പോൾ നല്ല തിരക്കുണ്ടാവാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ വർക്കിംഗ് ഡേയിലാണ് ശരിക്കും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന്. പക്ഷേ നമ്മൾ അവിടെ എത്തിയ സമയത്താണ് അത്രയും തിരക്ക് എന്ന് പറഞ്ഞാൽ ഒരു തിരക്ക്. പോകുന്ന വഴിക്കന്നെ നല്ല ബ്ലോക്കാണ് ഉണ്ടായിന്. അതിൻ്റെ ഉള്ളിലാണെങ്കിൽ അത്രയും ആൾക്കാരും ഉണ്ടായിന്. ഈ വന്ന ആൾക്കാർ ചിലപ്പോൾ ഇതുപോലെ തന്നെ ആയിരിക്കും വിചാരിച്ച് വന്നിട്ടുണ്ടാവില്ല, തിരക്കില്ലാണ്ടിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ദിവസം പോവാന്ന്. പക്ഷേ ഭയങ്കര തിരക്കാണ്ടായിന്. പിന്നെ നമ്മൾ വേഗം കാലെല്ലാം കഴുകി അകത്ത് കയറി തൊഴുതിറങ്ങി. അകത്ത് പിന്നെ വീഡിയോഗ്രാഫി ഒന്നും അലൗഡല്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പുറത്തിറങ്ങി നോക്കുമ്പോൾ അമ്മേൻ്റെ ചെരുപ്പ് ആരോ അടിച്ച് മാറ്റിയിട്ട് പോയിട്ടുണ്ടായിന്. ഭയങ്കര ക്യൂ ഉണ്ടായിന്, നല്ല തിരക്കുണ്ടായിന്. ശരിക്കും പറഞ്ഞാൽ 8 മണിയാകുമ്പോഴത്തേക്ക് പ്രസാദം കൊടുക്കാൻ തുടങ്ങും. അങ്ങനെ ക്യൂ നിന്ന് കുറച്ച് സമയം നിൽക്കേണ്ടി വന്നു. പിന്നെ പെട്ടെന്ന് വേഗം തന്നെ ക്യൂ മുന്നോട്ടേക്ക് നീങ്ങിയിട്ടുണ്ടായിന്. ആണുങ്ങളതും അതേപോലെ വലിയ ക്യൂ ഉണ്ടായിന്. അങ്ങനെ അച്ഛനും എറണാകുളം അവിടെ നിന്നു, ഞാനും അമ്മയും പിന്നെ നമ്മൾ ഇതിൽ നിന്നു. അങ്ങനെ ഊട്ടുപുര എത്താൻ പോയത്. എന്നിട്ട് ഊട്ടുപുരയിലേക്ക് കയറാൻ പോയത് എന്താണെന്നറിയില്ല. കാത്ത് നിന്നിട്ട് ഒരു ചോറും കറിയും കിട്ടുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഭയങ്കര സന്തോഷം ഉണ്ടാവില്ല. അതാണ് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു വേഗം ഒന്ന് അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കാൻ വേണ്ടി. അങ്ങനെ ചോറും കറിയിലും പ്ലേറ്റിലും തന്നു അവർ. അച്ഛനും എറണാകുളം അവിടെ ഇരിക്കുന്നുണ്ട്. പറശ്ശിനിയിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു പരിപ്പ് കറിയും മോരുകറിയും മതി കേട്ടോ. നമ്മൾ എത്ര വീട്ടിൽ നിന്ന് ഈ ഒരു ടേസ്റ്റിൽ ഉണ്ടാക്കാൻ നോക്കിയാൽ അതെന്തായാലും കിട്ടില്ല. അവിടെ പോയിട്ട് തന്നെ കഴിക്കണം, അത്രയും ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തോ ഒരു സന്തോഷം അത് കഴിച്ച സമയത്ത്, മനസ്സിനൊരു തൃപ്തി കിട്ടും.